ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. രാമായണത്തിലെ അല്പം രസകരമായ ഭാഗമാണ് ശൂർപ്പണഖയുടെ ആഗമനം. വനത്തിൽ വസിക്കുന്ന രാമലക്ഷ്മണന്മാരെ കണ്ട് മോഹിതയായ രാവണ സഹോദരി ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും അവരത് നിരസിക്കുന്നതുമാണ് ഈ ഭാഗമാണ് രാമായണ പാരായണത്തിൽ ഇന്ന് നാം കേൾക്കുന്നത്. ഇത്തരം സൗമിത്രിയോടരുളിച്ചെയ്തു പുനരിത്തിരി നേരം ഇരുന്നീടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടീ ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചര ജനസ്ഥാന വാസിനിയായ കാമരൂപിണി കണ്ടാൾ. കാമിനി വിമോഹിനി പങ്കജ ധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോട് മന്ദമായി ഉറചെയ്താൾ. ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു. നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതുമറിഞ്ഞിലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധി. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത. ധന്യേ മൽ ഭ്രാതാവായ ലക്ഷ്മണനിവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ. നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി. എന്നോടു കൂടെ പോന്നു രമിച്ചുകൊള്ളേണം
നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോടരുൾ ചെയ്തിടിനാൻ. ഞാനിഹ തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപത്ന്യോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീ ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനെടോ. മംഗളശീലനനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവളപേക്ഷിച്ചാൾ. ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൾ. എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ ധന്യേ, നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിടഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ. എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോടു ചൊന്നാൾ. എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു, നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ. ശൂർപ്പണഖയുടെ കാമം രാക്ഷസ വംശത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയ നഷ്ടത്തിന് നാന്ദിയാണ്. അല്പം തമാശ രൂപേണ നാം വായിച്ചും കേട്ടും പോകുന്ന ഈ ഭാഗത്തിന്റെ പ്രസക്തി എന്താണ്? ഇത് നൽകുന്ന സന്ദേശം എന്താണ്? കേൾക്കാം. രാമായണ വ്യാഖ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരതൻ്റെ ആഗമനത്തോടെ ഭഗവാന് മനസ്സിലായി, ഇനി ചിത്രകൂടത്തിൽ വസിച്ചു കഴിഞ്ഞാൽ പുരവാസികൾ വളരെ പെട്ടെന്ന് തൻ്റെ അടുത്തേക്ക് എത്തും. അവർ വന്നു കഴിഞ്ഞാൽ തൻ്റെ ലക്ഷ്യം പൂർത്തിയാവില്ല. അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചു, ഘോരമായിട്ടുള്ള വനത്തിലേക്ക് തന്നെ താൻ പോകണം, ദണ്ഡകവനത്തിലേക്ക് പോകണം. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവർ ദണ്ഡകവനത്തിലേക്ക് കയറുകയാണ്. ദണ്ഡകവനത്തെ പറ്റിയിട്ട്, ദണ്ഡകാരണ്യത്തെ പറ്റിയിട്ട് വളരെ വിസ്തരിച്ചിട്ട് ഭഗവാൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാനാവിധത്തിലുള്ള മൃഗങ്ങൾ നിറഞ്ഞിട്ടുള്ള, ചീവീടിൻ്റെ ശബ്ദമൊക്കെയുള്ള, സൂര്യപ്രകാശം ഒട്ടും കടക്കാത്ത വളരെ ഘോരമായിട്ടുള്ള വനാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം. ലക്ഷ്മണൻ ആദ്യം കൊടുക്കണ ഉപദേശതാണ്. അങ്ങനെ അവർ ഋഷീശ്വരന്മാരെയൊക്കെ കണ്ട്, അഗസ്ത്യാദികളെയൊക്കെ കണ്ട് ആ ദണ്ഡകാരണ്യത്തിൽ വസിക്കാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, പഞ്ചവടി എന്ന് പറയുന്ന വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്തു. ആ സ്ഥലത്ത് പർണശാലയൊക്കെ കെട്ടി ഒരു സന്തോഷത്തോടെ വസിക്കുകയാണ്. ആ സമയത്താണ് ശൂർപ്പണഖ വരുന്നത്. ശൂർപ്പണഖയുടെ വരവ് ആ ഭൂമിയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാതാരവിന്ദങ്ങൾ പതിഞ്ഞ് കാലടയാളം കണ്ട് അതിനോട് പ്രേമം തോന്നിയിട്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഭഗവാന്റെ കാലടയാളത്തിൻ്റെ ആ കാലടി പതിഞ്ഞിട്ടുള്ള മണ്ണിൻ്റെ ഭംഗി. അപ്പോൾ ആ ആൾക്ക് എത്രത്തോളം ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ് പേര് തുടക്കത്തിലിട്ടത് അഭിരാമൻ ആയതുകൊണ്ട്. എന്ത് പ്രപഞ്ചത്തെ മുഴുവൻ രമിപ്പിക്കുന്നവൻ, ജഗദഭിരാമനാണ്.
ജഗത്തിനെ മുഴുവൻ അഭിരമിപ്പിക്കുന്ന പരമാനന്ദ സ്വരൂപം. ആ പാട് കണ്ടിട്ട്, ആ കാലടയാളം കണ്ടിട്ട് അതിനോട് പ്രേമം തോന്നി ശൂർപ്പണഖ വരികയാണ്. എന്നിട്ട് ഭഗവാനോട് ആദ്യം തന്നെ കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, രാവണൻ്റെ പെങ്ങളാണ്, അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം, എൻ്റെ കൂടെ വസിക്കുക. അപ്പോൾ ഭഗവാൻ ലക്ഷ്മണനെ കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു അനുജനുണ്ട് ലക്ഷ്മണൻ, എൻ്റെ കൂടെ ആണെങ്കിൽ ഒരു സ്ത്രീയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, അവനാണെങ്കിൽ ഭാര്യ ഉണ്ട് വെച്ചാലും ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് അവനൊരു കൂട്ട് വേണ്ടി വരും, അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് ചെല്ലൂ എന്ന് പറഞ്ഞു. ലക്ഷ്മണനും തിരസ്കരിച്ചു. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് വീണ്ടും വന്നു. ഭഗവാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ലക്ഷ്മണൻ്റെ അടുത്ത് പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശൂർപ്പണഖ വിചാരിച്ചു, സീതാദേവി ഉള്ളത് കൊണ്ടാണ് തനിക്ക് രാമനെ കിട്ടാത്തത്, ആ സീതയെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തി കഴിഞ്ഞാൽ, വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാമനെ കിട്ടും. ഇതാണ് നേരത്തെ പറഞ്ഞ മനസ്സിൻ്റെ ചാഞ്ചാട്ടം. ആഗ്രഹങ്ങളിൽ കുടുങ്ങിയിട്ട് മനസ്സ് വലിയ അപരാധങ്ങളിലേക്ക്, അധമപ്രവർത്തികളിലേക്ക് മനസ്സ് പോകും. ആ മനസ്സിനെ രാമനിൽ ഉറപ്പിക്കുക, ആ മനസ്സിനെ എന്ത് ചെയ്യുക, രാമനിൽ ഉറപ്പിക്കുക, ധർമ്മത്തിൽ ഉറപ്പിക്കുക. ശൂർപ്പണഖ സീതാദേവിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് ചെന്നപ്പോൾ ഭഗവാന്റെ ഉള്ളിലുള്ള ഇച്ഛ ദേവിയെ സംരക്ഷിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കി ലക്ഷ്മണൻ അംഗവിച്ഛേദം ചെയ്ത് വിട്ടു. അപ്പോൾ അഞ്ജനശൈലം പോലെയുള്ള ശരീരത്തു നിന്ന് 6 പൊട്ടി ഒലിക്കണത് മാതിരി ചോര ഒലിപ്പിച്ചുകൊണ്ട് ശൂർപ്പണഖ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ ഭഗവാന് മനസ്സിലായി, ഇനി വരാനിരിക്കണത് ഖരനുണ്ട്, ദൂഷണനുണ്ട്, ത്രിശരസുണ്ട്, അതിൻ്റെ പിന്നാലെ സാക്ഷാൽ രാവണൻ വരും. ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ ഭഗവാന്റെ സ്വരൂപത്തെ, ആ സർവാനന്ദത്തെ നൽകുന്ന, പരമാനന്ദത്തെ നൽകുന്ന ആ ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സദാ ഭഗവാന്റെ കൂടെ, ഭഗവാന്റെ വലങ്കയ്യായിട്ട് നിന്ന് ആ ഭഗവാന്റെ ഇച്ഛ, ആ ഭഗവത് ഹൃദയത്തിൽ എന്താണോ ചിന്തിക്കണത് അത് തൻ്റെ ഉള്ളംകൈയിലെ രേഖ പോലെ മനസ്സിലാക്കണ ആ അനുജൻ ലക്ഷ്മണൻ, അദ്ദേഹത്തിൻ്റെ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പത്നിയായിട്ടുള്ള ദേവി, മഹാമായാസ്വരൂപിണിയായിട്ടുള്ള സീതാദേവി, ഇവരെ 3 പേരെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അധ്യായം അവിടെ അവസാനിപ്പിക്കാം. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. രാമാഭിഷേക വിഘ്നത്തിന്റെ കാര്യകാരണങ്ങളാണ് ഇന്നത്തെ രാമകഥാമൃതത്തിൽ വിശദമാക്കുന്നത്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ നാരായണൻ ശ്രീരാമാവതാരം സ്വീകരിച്ചത് ഭൂമിയുടെ ഭാരം തീർക്കാനും രാക്ഷസന്മാരെ വധിക്കാനും ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാനുമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ അധ്യായങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഭഗവാൻ അയോധ്യയിലെ രാജകുമാരനായിട്ട് താമസിക്കുന്ന സമയമാണ്. അങ്ങനെ സദാസമയവും അയോധ്യയിലെ രാജകാര്യങ്ങളും അയോധ്യയിലെ മഹാരാജാവിൻ്റെ സ്ഥാനവും അയോധ്യയിലുള്ള ഭഗവാന്റെ സാന്നിധ്യവും ഒരിക്കലും ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിലേക്ക് ഭഗവാനെ എത്തിക്കില്ല. അതിന് കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകൾ പല സമയത്തതായിട്ട് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് ഭഗവാന്റെ അഭിഷേക വിഘ്നം സംഭവിക്കുന്നതും ഭഗവാന്റെ വനയാത്രയും. ഇന്നേ ദിവസം ആ രംഗങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭഗവാൻ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കുകയും തിരിച്ച് അയോധ്യയിലേക്ക് വരുന്ന സമയത്ത് സാക്ഷാൽ ജനകന്റെ മകളായിട്ടുള്ള സീതയെ ഭഗവാൻ വിവാഹം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സസന്തോഷം അവർ അയോധ്യയിൽ താമസിക്കുന്ന സമയത്ത് ദശരഥ മഹാരാജാവിന് തോന്നി, ഭഗവാന്റെ രാജ്യാഭിഷേകം ഇനിയും വെച്ച് താമസിക്കേണ്ടതായിട്ടില്ല. രാമൻ എല്ലാം കൊണ്ടും ഉത്തമനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ എല്ലാ ഗുണങ്ങളും ഈ ചെറുപ്രായത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. തനിക്കാണെങ്കിൽ പ്രായം കൂടി വരികയാണ്. കുറേ ചുമതലകളൊക്കെ രാമനെ ഏൽപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായിട്ടുള്ള സുമന്ത്രരോട് ആലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ രാജ്യാഭിഷേകം നടത്താനായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞു. ഒരു പൂയം നക്ഷത്രമാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സുമന്ത്രര് രാജ്യം മുഴുവൻ അറിയിച്ചു, ഇതാ രാമൻ നമ്മുടെ രാജാവായിട്ട് വരാൻ പോവുകയാണ്. അയോധ്യയിലെ ജനങ്ങൾക്ക് ഇതിലും സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവർ തെരുവുകളൊക്കെ അലങ്കരിക്കാൻ തുടങ്ങി, ഒരുപാട് പേര് ദാനങ്ങൾ ചെയ്യാൻ തുടങ്ങി. പല സ്ഥലത്തും സംഗീതവും പാട്ടൊക്കെ ആയിട്ട് ഈ വാർത്ത അവർ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് ആ തെരുവുകളിലൂടെ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ അവർ സഞ്ചരിക്കുന്നത് രാമായണത്തിൽ നമുക്ക് കാണാം. അവർക്ക് ചെറിയൊരു വൈരൂപ്യമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവരന്താളിച്ചുകൊണ്ട് നോക്കുന്നു, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് ഇത്ര കണ്ട് ഒരുക്കം. വഴിപോക്കരിൽ ഒരാൾ അവരോട് പറയുന്നുണ്ട്, ഇതാ അറിഞ്ഞില്ലേ, രാമൻ നമ്മളുടെ രാജാവായി അടുത്ത ദിവസം തന്നെ ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ്. അത് കേട്ടതോടുകൂടി ആ വൃദ്ധയുടെ മുഖം മാറാൻ തുടങ്ങി. ആ കഥാപാത്രത്തെ രാമായണത്തിൽ നമുക്കൊരിക്കലും തിരസ്കരിക്കാൻ സാധിക്കില്ല. മന്ധര എന്ന് വിളിക്കപ്പെടുന്ന കൈകേയിയുടെ
ഏറ്റവും പ്രിയപ്പെട്ട തോഴിയായിരുന്നു അവർ. ആ വാർത്ത അറിഞ്ഞ ഉടനെ അവർ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ഓടുന്നു. അവിടെ ചെന്ന് കൈകേയിയോട് അവർ സംസാരിക്കുന്ന ഒരു രീതി രാമായണത്തിൽ വാൽമീകി മഹർഷി കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. രാമൻ രാജാവാകാൻ പോകുന്നത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു മന്ധര കൈകേയിയോട്. അതറിയുന്ന സമയത്ത് കൈകേയി അമ്മയുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം, അവരുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് കഴുത്തിലുണ്ടായിരുന്ന ഒരു മാല എടുത്തിട്ട് മന്ധരയ്ക്ക് കൊടുത്തു എന്നാണ്. ഈ സന്തോഷ വാർത്ത എന്നെ അറിയിച്ചതിന് ഈ സമ്മാനം ഇരിക്കട്ടെ. കാരണം കൈകേയിക്ക് എപ്പോഴും ഭരതനേക്കാൾ കൂടുതൽ സ്നേഹം രാമനോടായിരുന്നു. പലപ്പോഴും കൈകേയി അമ്മ പറയാറുണ്ട്, കൗസല്യേക്കാൾ രാമനും കൂടുതൽ ഇഷ്ടം എന്നോടാണെന്ന്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. എന്നാൽ ഈ സമ്മാനം കിട്ടിയ സമയത്ത് മന്ധരയ്ക്ക് നീ ഒരു വിഡ്ഢിയാണ് എന്ന് പറയാനാണ് തോന്നിയത്. കൈകേയിയുടെ മുഖത്ത് നോക്കിയിട്ട്, നീ എന്തിനാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത്? ഈ രാമൻ രാജാവായതുകൊണ്ട് നിനക്ക് എന്താണ് ഗുണം? നിന്റെ മകനായിട്ടുള്ള ഭരതൻ ഇനി ഈ കൊട്ടാരത്തിൽ ഒരു വേലക്കാരനെ പോലെ കഴിയേണ്ടി വരും. നിന്റെ സ്ഥാനം പട്ടമഹിഷി ആയിരിക്കില്ല, നീ ഇനി കൗസല്യയുടെ തോഴിയായിട്ട് ഇവിടെ ഇനിയുള്ള കാലം ജീവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇപ്പോൾ ക്രിയാത്മകമായിട്ട് ഇടപെട്ടാൽ നിനക്ക് ഭരതനെ രാജാവാക്കാം എന്നാണ് മന്ധര ഉപദേശിക്കുന്നത്. ആ സമയത്താണ് അന്തഃപുരത്തിൽ ദശരഥ മഹാരാജാവ് കൈകേയിയെ കാണാൻ വരുന്നത്. അത്യധികം കോപത്തോടുകൂടി കൈകേയി ദശരഥനെ വരവേൽക്കുന്നു. ഈ രാജ്യാഭിഷേകം തടയണം എന്നാവശ്യപ്പെടുന്നു. ദശരഥന് വലിയ വിഷമാണ് ഉണ്ടാവുന്നത്. നോക്കൂ, അത്രയധികം സ്നേഹമായിരുന്നു ദശരഥ മഹാരാജാവിന് ഭഗവാനോട്. പക്ഷേ മന്ധര എന്ന് പറയുന്ന കുബുദ്ധിയുടെ വാക്ക് കേട്ട് കൈകേയി തനിക്ക് കിട്ടിയിട്ടുള്ള ആ വരങ്ങൾ അവിടെ ചോദിക്കുകയാണ്. 2 വരങ്ങളാണ് കൈകേയി ആവശ്യപ്പെടുന്നത്. 1, ഭരതനെ രാജാവാക്കണം. 2, രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം. ഇത് രണ്ടും എനിക്ക് സാധിപ്പിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് വാക്ക് പാലിക്കാത്തവനാണ് എന്ന് നാളെ ചരിത്രം പറയും എന്ന് സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി കൈകേയി പറഞ്ഞു. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം സ്വപ്നം കണ്ട് നടക്കുന്ന അച്ഛൻ ദശരഥൻ മോഹാലസ്യപ്പെട്ടു വീണു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. പതിയെ അദ്ദേഹം സ്വബോധം വീണ്ടെടുക്കുന്നു. തൻ്റെ ഭാര്യ പറഞ്ഞ ആ കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിക്കുന്നു. വളരെ വിഷമത്തോടുകൂടി രാമനെ വിളിച്ച് അദ്ദേഹം അറിയിക്കുന്നു, ഇതാണ് അവസ്ഥ, എന്താണ് ചെയ്യേണ്ടത്. നോക്കൂ, ഭഗവാൻ അത്രയധികം ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വാക്ക് അതാണ് എനിക്ക് വലുത്. എനിക്ക് രാജ്യവും വേണ്ട, പട്ടാഭിഷേകവും വേണ്ട, എല്ലാ കാലത്തും എൻ്റെ അച്ഛൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരുന്നു. ഈ ഒരു കാര്യത്തിൽ ഞാൻ കാരണം അത് ലംഘിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള സീതയോടൊപ്പം അനുജനായിട്ടുള്ള ലക്ഷ്മണനോടൊപ്പം ആ വനവാസ കാലഘട്ടത്തിലേക്ക് പോകുന്നതായിട്ടാണ് പിന്നീടുള്ള രംഗങ്ങൾ കാണിക്കുന്നത്. ലക്ഷ്മണൻ ഭഗവാനെ അനുഗമിക്കുന്നതിന് പുറകിലൊക്കെ വലിയ വലിയ തത്വങ്ങളുണ്ട്. സുമിത്രാവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സുമിത്ര ലക്ഷ്മണനോട് പറയുന്ന വാക്കുകൾ, ലക്ഷ്മണൻ ഭഗവാന്റെ കൂടെ പോകുന്ന രംഗം, ഇതൊക്കെ രാമായണത്തിലെ ഏറ്റവും അധികം കരളലിയിപ്പിക്കുന്ന രംഗങ്ങളായിട്ടാണ് പൊതുവിൽ കാണാറുള്ളത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. അസ്യ ശ്രീരാമകവചസ്യ അഗസ്ത്യ ഋഷി അനുഷ്ഠുപ്ഛന്ദ സീതാലക്ഷ്മണോപേത ശ്രീരാമചന്ദ്രോ ദേവത. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഒരു ശ്രീരാമ വിഗ്രഹം പൂജിച്ചിരുന്നു. ശ്രീകൃഷ്ണന്റെ സ്വർഗ ആരോഹണത്തിന് ശേഷം ഭഗവാൻ പൂജിച്ചു പോന്ന ശ്രീരാമ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു അത്രേ. ഭാർഗവക്ഷേത്ര ഭൂമിയായ കേരളത്തിലെ ഒരു മുക്കുവന് പിൽക്കാലത്ത് കടലിൽ നിന്ന് ആ വിഗ്രഹം ലഭിച്ചു. ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച പുണ്യസങ്കേതമാണ് പ്രശസ്തമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമ രാമ തൃപ്രയാറിൽ വാഴും രാമ സീത മാനസത്തിൽ മന്ത്രമൊന്നേ രാമ രാമ. ഭാരതത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടത്തെ നിശബ്ദ പ്രകൃതി ആരുടെ മനസ്സിലും ആത്മീയ പ്രകാശം തെളിയിക്കുന്നതാണ്. ഭുവനനായക മോഹന സാർവഭൗമ. വാമന അവതാരം സ്വീകരിച്ച മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ പാദം സത്യലോകത്തിലെത്തി. അത് കണ്ട ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തി. ആ തീർത്ഥം ഒഴുകി ഭൂമിയിലും വീണു. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപ്പാതയാർ എന്ന നാമം ലഭിച്ചു.
തിരുപ്പാതയാർ ലോപിച്ച് തൃപ്രയാർ ആയെന്നും വിശ്വാസമുണ്ട്. ഹൃദയപത്മം ഇതളുകൾ നീർത്തി നിൽപ്പൂരാമ. തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ വഴിയില്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറൈ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും അത് പിന്നീട് തൃപ്രയാറായെന്നും ഐതിഹ്യമുണ്ട്. എന്നുമേ ആനന്ദമാണയോധ്യാനാഥൻ. കർക്കിടക മാസത്തിലെ പ്രസിദ്ധമായ നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇരിങ്ങാലക്കുടയിലെ ഭരതപ്രതിഷ്ഠയുള്ള കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, പായമ്മേരിലെ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ദർശനത്തിലെ മറ്റു ക്ഷേത്രങ്ങൾ. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൽ ഏറ്റവും പ്രസിദ്ധമായതും പൗരാണികവുമായ ഒരു നാലമ്പല ദർശന പാതയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്നു എന്നാണ് വിശ്വാസം. രാമായണ മാസത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് പുണ്യമായി കരുതി പോരുന്നു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ നേതൃസ്ഥാനീയൻ കൂടിയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി. ശ്രീരാമ രാമ മഹാഭാഗോ ജാനകീപതേ. പൂരങ്ങളുടെ എല്ലാം മാതാവ് എന്നാണ് ആറാട്ടുപൂരം അറിയപ്പെടുന്നത്. തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 23 ദേവതകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ആറാട്ടുപൂരത്തിന്റെ മറ്റൊരു പ്രത്യേകത. ശ്രീരാമ രാമ രമാരമണ രഘുപതേ. ആസുരിക ശക്തികളായ ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നീ രാക്ഷസന്മാരെയും അവരുടെ 10,000-കണക്കിന് പടയാളികളെയും നിഗ്രഹിച്ച ശേഷം രൂപമെടുത്ത മഹാവിഷ്ണുവിന്റെ അത്യുഗ്രമൂർത്തി സങ്കല്പമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക്. ഈ ഉഗ്രഭാവത്തെ ശമിപ്പിക്കാൻ ഭഗവാന്റെ ഇരുവശത്തുമായി ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു. ചതുർബാഹുവായ ഭഗവാനെ ദർശിച്ചാൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലുമെന്നാണ് വിശ്വാസം. രാമം രമാവരം ധീരം മനോഹരം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമന് പുറമെ അനേകം ഉപദേവതകൾക്കും ഇവിടെ പൂജാ പ്രാധാന്യമുണ്ട്. പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ വാതിലിൽ തെക്കോട്ട് ദർശനമായാണ് ശിവസ്വരൂപനായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ. 2 അടി ഉയരമുള്ള ദക്ഷിണാമൂർത്തി വിഗ്രഹത്തെ ശിവഭാവത്തിലാണ് പൂജിക്കുന്നത്. നാലമ്പലത്തിനകത്ത് 2 ഗണപതി പ്രതിഷ്ഠയുണ്ട് എന്നതും സവിശേഷമാണ്. ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ എന്നിവർക്ക് പുറമെ ഹനുമാൻ, ചാത്തൻ തുടങ്ങിയ ഉപദേവതകളുടെ അദൃശ്യ സാന്നിധ്യവും തൃപ്രയാർ ക്ഷേത്രത്തിലുണ്ട്. എവിടെ ശ്രീരാമ മന്ത്രം ഉച്ചരിക്കുന്നുവോ അവിടെ രാമഭക്തനായ ശ്രീ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഹൈന്ദവ സങ്കല്പം. എന്നാൽ ഇവിടെ ഹനുമാന്റെ വിഗ്രഹ പ്രതിഷ്ഠയില്ല. ഹനുമാൻ ഈ ക്ഷേത്രത്തിൽ അദൃശ്യ ചൈതന്യമായി എപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. നമസ്കാര മണ്ഡപത്തിൽ ഒരു നിലവിളക്ക് ഹനുമാനായി കത്തിച്ചു വയ്ക്കും. മാത്രവുമല്ല, ഹനുമാന്റെ പ്രീതിക്കായി രാമായണത്തിലെ സുന്ദരകാന്ഡം നിത്യേന വായിച്ചു പോരുന്നു. നമസ്തേ ധർമ്മപതേ നമസ്തേ സീതാപതേ നമസ്തേ കാരുണ്യാബ്ദേ. കൊടിയേറിയുള്ള ഉത്സവമില്ലാത്തതിനാൽ ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ വെളുത്ത ഏകാദശി ആചരിക്കുമ്പോൾ വൃശ്ചികത്തിലെ കറുത്ത ഏകാദശി ദിവസം നടക്കുന്ന തൃപ്രയാർ ഏകാദശി ഉത്സവം സവിശേഷമാണ്. കതിനവെടി വഴിപാട് തൃപ്രയാർ തേവർക്ക് പ്രിയപ്പെട്ട വഴിപാടായി കരുതിപ്പോരുന്നു. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മത്സ്യങ്ങൾ തേവർക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നതിലൂടെ തേവരെ പ്രീതിപ്പെടുത്താമെന്നാണ് വിശ്വാസം. ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യ അവതാരത്തെ ഊട്ടുന്നു എന്ന സങ്കല്പവുമുണ്ട് ഇതിന് പിന്നിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം മീനൂട്ട് നടത്തിയിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഹൈന്ദവ സംസ്കൃതിയിലെ
വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങളും ദേവതാസങ്കല്പങ്ങളും ഏകമായ അദ്വൈത ദർശനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മഹാക്ഷേത്ര സന്നിധിയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. ഇവിടെ എത്തി ഭഗവാനെ തൊഴുതു വണങ്ങുന്ന ഭക്തർക്ക് ലഭിക്കുന്നത് ഒരായുസിലെ തപസ്സിന്റെ പുണ്യവും. സ്ത്രീകളെ അർഹമായ രീതിയിൽ ബഹുമാനിക്കുക. കാരണം ശക്തിയുടെ പ്രതീകമാണ് സ്ത്രീ. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.